നമസ്കാരം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സുപ്രധാനമായ നിയമപോരാട്ടങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കേസിൽ പ്രതിയേർക്കപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ അന്വേഷണ സംഘം ഉന്നയിച്ച പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തന്ത്രി സ്വർണം മോഷ്ടിച്ചിട്ടില്ലെന്ന് കോടതി തന്നെ ഇപ്പോൾ നിരീക്ഷിച്ച പശ്ചാത്തലത്തിൽ ഇത്രയും കാലം അദ്ദേഹം തടവിൽ കഴിഞ്ഞത് എന്തിനായിരുന്നുവെന്ന ചോദ്യം വിശ്വാസികൾക്കിടയിൽ ശക്തമാവുകയാണ്. ശബരിമലയിലെ പരമോന്നത ആചാര്യ പദവി അലങ്കരിക്കുന്ന ഒരു കുടുംബത്തെയും വ്യക്തിയെയും ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കരിവാരിത്തേക്കാനായിട്ട് ശ്രമിച്ചത് ബോധപൂർവമാണെന്ന ആക്ഷേപം ശക്തമാണ്. കോടതി വിധിയിലൂടെ പുറത്തുവരുന്ന സത്യങ്ങൾ വരും ദിവസങ്ങളിൽ കേസിൻ്റെ ഗതി മാറ്റുമെന്നുറപ്പാണ്. ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകൾ തുടക്കം മുതലേ സജീവമായിരുന്നു. ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിൻ്റെയും CPM നേതൃത്വത്തിൻ്റെയും നിലപാടുകളെ പരസ്യമായി എതിർത്ത വ്യക്തിയാണ് തന്ത്രി. ആ തന്ത്രിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആചാര സംരക്ഷണത്തിനായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത തന്ത്രിയെ വ്യക്തിഗത ചെയ്യാനും ക്രിമിനൽ കേസുകളിൽ കുടുക്കാനും ഉന്നതതലത്തിൽ ആസൂത്രണം നടന്നതായിട്ടും കരുതപ്പെടുന്നുണ്ട്. തന്ത്രിയെ തളയ്ക്കുന്നതിലൂടെ ശബരിമലയിലെ ആചാരപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ സർക്കാരിന് മേൽക്കോയ്മ നേടാമെന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഈ കേസിന് പിന്നിലുണ്ടായിരുന്നോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട വേളയിൽ തന്നെ താൻ നിരപരാധിയാണെന്നും യഥാർത്ഥ പ്രതികളെക്കുറിച്ച് തനിക്ക് അറിവുണ്ടെന്നും തന്ത്രി വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിലെ ഓരോ ആചാരങ്ങളും വസ്തുവകകളും കൃത്യമായി അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ അവിടെ നടന്ന തിരിമറികൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ദേവസ്വം ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെടാൻ താല്പര്യപ്പെടാതിരുന്ന അദ്ദേഹം അയ്യപ്പനെല്ലാം നോക്കിക്കൊള്ളും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതരും രാഷ്ട്രീയ നേതൃത്വവും ചേർന്ന് നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് തന്ത്രിക്ക് ലഭിച്ച വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തിയേക്കും. തന്നെ കുടുക്കിയവർക്കെതിരെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾക്കും അദ്ദേഹം ഒരുങ്ങുന്നതായിട്ടാണ് വിവരം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ കമ്മീഷണർ വാസു എന്നിവരടങ്ങുന്ന ഒരു സംഘം വളരെ ആസൂത്രണം ചെയ്താണ് സ്വർണ്ണമോഷണത്തിന് പദ്ധതിയിട്ടതെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനായി കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കാൻ ഇവർ ശ്രമിച്ചതായിട്ടും പറയപ്പെട്ടു. തന്ത്രിയെയും തന്ത്രിയുടെ വിശ്വസ്തരെയും ഒക്കെ തന്നെ പോക്കറ്റിലാക്കിയാൽ മാത്രമേ ശബരിമലയിലെ രഹസ്യ ഇടപാടുകൾ സുഗമമായിട്ട് നടക്കുകയുള്ളൂവെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരമൊരു ഗൂഢാലോചന അവിടെ മെനഞ്ഞത്. പത്മകുമാർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ തന്നെ ഈ കൂട്ടുകെട്ടിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ദൈവതുല്യനായിട്ടുള്ള ഒരാൾ പോലും ഈ കേസിലുണ്ടെന്ന് പത്മകുമാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ തന്ത്രിക്കെതിരെയുള്ള പുകമറ സൃഷ്ടിക്കാനായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ദീർഘകാലത്ത് ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച പത്മകുമാർ പുറത്തിറങ്ങുന്നതോടെ കേസിലെ യഥാർത്ഥ കള്ളന്മാരുടെ മുഖംമൂടി അഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ച അദ്ദേഹം ദ്വാരപാലക ശില്പക്കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടെ ഉടൻ സ്വതന്ത്രനാകും. തന്നെ മാത്രം പ്രതിയാക്കി യഥാർത്ഥ സൂത്രധാരന്മാർ സുരക്ഷിതരായിരിക്കുന്നതിലുള്ള അതൃപ്തി പത്മകുമാർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. താൻ ചെയ്ത തെറ്റുകൾക്കൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും വിവരങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം ഒരുപക്ഷെ തയ്യാറായേക്കും. പത്മകുമാറും തന്ത്രിയും ഒരേപോലെ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് തന്നെ കാരണമായേക്കാം. മാർച്ച് 31-നകം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിലാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു തന്നെ. അന്വേഷണത്തിൽ ലഭിച്ച നിർണായക തെളിവുകൾ പ്രകാരം ഒരു മുൻ മന്ത്രി കൂടി പ്രതിപട്ടികയിലേക്ക് വരുമെന്ന സൂചനകളുണ്ട്. തന്ത്രിയെ വേട്ടയാടിയവർ തന്നെ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിനായിട്ട് വിശ്വാസത്തെയും വിശ്വാസികളെയും വഞ്ചിച്ചവർക്കുള്ള തിരിച്ചടിയായാണ് ഈ കോടതി വിധികളെയും വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകളെയും ഒക്കെ തന്നെ ഭക്തസമൂഹം ഇപ്പോൾ കാണുന്നത്. സത്യം ജയിക്കുമെന്നും ശബരിമലയിലെ വിശ്വാസികൾ സമർപ്പിച്ച പൊന്നും പണവും മോഷ്ടിച്ചവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം.